ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അരയിലെ പ്ലാന്റ്സ് പുതിയ രീതിയിൽ ഞാൻ നട്ടു കൊടുക്കാൻ പോകാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുവരെ നട്ടിട്ടുള്ളത് നമ്മുടെ അരയിലെ പ്ലാന്റ്സ് കുഞ്ഞു പോട്ടിൽ നട്ടിട്ട് പ്ലാന്റ്സ് വലിപ്പം വെക്കും തോറും പോട്ടിൻ്റെ വലിപ്പം കൂട്ടിയായിരുന്നു നട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല, നേരെ മറിച്ചാണ് വലിയ പോട്ടിലേക്കാട്ടോ നട്ടു കൊടുക്കാൻ പോകുന്നത്. നല്ല വലിയ പോട്ടിലേക്കാണ് നമ്മൾ ഈ കുഞ്ഞ് അരയിലെ പ്ലാന്റ്സിനെ നട്ടു കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വെച്ചിട്ടുള്ള നമ്മുടെ അരയിലെ പ്ലാന്റ്സിന് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ പോട്ട് കണ്ടോ. ഇതിലും ആ ഒരു കാരിക്കച്ചർ പ്ലാന്റിലും ഈ ഒരു ചട്ടിയിലും ഇതിലും കണ്ടില്ലേ, ഇതിൽ ആ കരിവേപ്പിലിൻ്റെ അടുത്ത് ഇതിൻ്റെ ഇവിടെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അത് സ്റ്റെമ്മ് നമ്മൾ നോഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചെറിയ സ്റ്റെമ്മ് അവിടെ വെച്ച് കൊടുത്തായിരുന്നു കട്ടിങ്സ്. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇന്ന് ഞാൻ ഏതായാലും ഇത് എടുക്കുമ്പോൾ അതിനെയും കൂടി ഞാൻ ഇന്ന് വേറെ മാറ്റി നടും കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം പറിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വലിയ പോട്ടും എടുത്ത് വെച്ചേക്കുന്നത്, അവിടെ കുറച്ച് ചകിരി എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ എടുത്ത് വെച്ചത് കുറച്ച് ചാണകപ്പൊടിയും കൊക്കോപ്പിറ്റയും മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. മണ്ണ് എടുത്ത് വെച്ചിട്ടേ ഇല്ല. അപ്പോൾ പ്ലാവിൻ്റെ നല്ല ഉണങ്ങിയ ഇലയാണ് കേട്ടോ ഞാൻ അവിടെ ഇട്ട് കൊടുത്ത്. കുറച്ച് മാവിൻ്റെ ഇല ഉണ്ട്, കുറച്ച് നമ്മളെ കടലാസ് പൂക്കളൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ വലിയ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കലീസറിപ്പൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ചെടിയാണത്. ഇപ്പോൾ ഇനി ഇത് രണ്ടും കൂടി പറിച്ചെടുക്കാൻ പോവുകയാണ്. അത് ഒറ്റയ്ക്ക് ഒരു ചട്ടിയിലേക്കും മറ്റേത് രണ്ടും ഒരു ചട്ടിയിലേക്കും മാറ്റി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരിയില മാത്രം ഇട്ട് കൊടുത്ത് കണ്ടില്ല, കരിയില മാത്രം ഇട്ട് കൊടുത്തതിലേക്ക് ഞാൻ പറിച്ചെടുത്ത് ഒരു പോട്ടിൽ ഒറ്റയ്ക്ക് കണ്ട അരയിലെ പ്ലാന്റ്സിനാണ് ഞാൻ ഫസ്റ്റ് വെക്കാൻ പോണത്. അതിൽ കുറച്ച് മണ്ണും കുറച്ച് ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തത് കൊണ്ട് ഉള്ള ആണ്ടോ അത്രത്തോളം ഉണ്ട്. കുറച്ച് മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല വേരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല താന്നിട്ടാണ് വെക്കുന്നത്. ആ കരിയിലിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട്. ഒത്തിരി മണ്ണുള്ളത് കൊണ്ട് തന്നെ അതവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ മണ്ണൊന്നും കിട്ടാത്തവർക്ക് നമുക്ക് കരിയില, അതുപോലെ തന്നെ കരിയില പൊടിച്ചാൽ നല്ല പൊടി പോലെ ആവട്ടെ, ഉണക്കി പൊടിക്കുകയും ചെയ്യുക. അങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. മണ്ണ് തന്നെ വേണമെന്നില്ല. ചില ചെടികൾക്കൊക്കെ എന്തായാലും മണ്ണ് വേണം. പക്ഷേ നമുക്ക് കൊക്കോപിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, കരിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പരീക്ഷണത്തിലാണ് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് അതിൽ വേരിൻ്റെ അടുത്ത് മണ്ണുള്ളത് കൊണ്ട് തന്നെ, മണ്ണല്ല ആദ്യത്തെ പൊട്ടി മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ കുറച്ച് ആ ചാണകപ്പൊടി നമ്മുടെ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ടാണ് ഞാൻ ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ചാണകപ്പൊടി അതും കൂടി മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പോട്ടിൻ്റെ അടിവശത്താണ് കേട്ടോ ചെടി ഉണ്ടാക്കാൻ. മേലോട്ട് എന്തായാലും വരില്ല. നമുക്ക് ഇനി വലിപ്പം വെക്കും തോറും നമുക്ക് പോട്ടി മിക്സ് അല്ല, നമുക്ക് വളങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ ചെടി ഈ പോട്ട് ഏകദേശം ഫില്ലായി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ മറ്റേ ചെടി ഞാൻ നേരത്തെ കാണിച്ചതിൽ 3 പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 ഓരോ ചട്ടിയിലും ഒരു 5-6 കമ്പുണ്ടാവും കേട്ടോ. നമ്മൾ അരയിലെ പ്ലാന്റ്സിനെ ബോൾ ഷേപ്പിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കമ്പ് നട്ടാൽ പോരാ. ഒരു നട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 5-6 കമ്പ് നട്ട് കൊടുത്താലേ നമുക്ക് ബോൾ ഷേപ്പിൽ അരയിലെ പ്ലാന്റ്സിനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വെച്ച് കൊടുത്തത് നമ്മുടെ ചകിരിൻ്റെ ഈ ഒരു പീസാണ് കേട്ടോ വെച്ച് കൊടുത്തത്. 4 ഭാഗത്തും എല്ലാ ഭാഗത്തും കണ്ടില്ലേ, 2 ചെടിയുടെയും എല്ലാ ഭാഗത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചകിരിച്ചോറോ ചാണകപ്പൊടിയും കൂടി ഉള്ളത് നമുക്ക് ഇതിൽ കുറച്ചിട്ട് കൊടുക്കാം. എങ്കിലും അത് ചട്ടീൻ്റെ ഒരു അരഭാഗം മാത്രമേ ആവുള്ളൂ കേട്ടോ. മുകളിലേക്ക് എന്തായാലും ആവുന്ന പൊട്ടി മിക്സ് ഞാൻ ഇന്ന് നിറച്ച് കൊടുക്കുന്നില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ താഴത്തുനിന്ന് കുറേശ്ശെ ആകുമ്പോൾ ചെടി വലിപ്പം വെക്കുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ഈ അരയിലെ പ്ലാന്റ്സ് വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ അഗ്ലോണിമ ഞാൻ പറിച്ചെടുത്ത നല്ലൊരു അഗ്ലോണിമ കേട്ടോ. അപ്പോൾ കുഞ്ഞ് ചെടി ആയതുകൊണ്ടാണ് ഇത് ഇലകളും അത്ര ഭംഗിയില്ലാത്ത നല്ലൊരു അഗ്ലോണിമ പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഞാൻ ഇത് നമ്മൾ അരയിലെ പ്ലാന്റ്സിനെ കുഞ്ഞു ചട്ടിയിൽ നിന്നുള്ള വലിയ ചട്ടിയിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നീട് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്.
നമ്മളിത് എന്ത് ചെയ്യണോ മാസത്തിൽ എന്തായാലും ഈ അരേലി പ്ലാന്റ്സിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ഇങ്ങനെ ചെയ്ത് നമുക്കിങ്ങനെ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് ബോൾ ഷേപ്പിലുള്ള അരേലി പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ കൊടുത്തു പോയതാണ്. ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആക്കി എടുക്കാണ് കേട്ടോ. അതാ കണ്ടോ, ഞാനിങ്ങനെ ചകിരിച്ചോറും ആ ഒരു പിന്നെ ഇതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത്രത്തോളം മതി കേട്ടോ. ഇനിയിപ്പോൾ മേലോട്ടൊന്നും നമ്മൾ മണ്ണൊന്നും ഇടുന്നില്ല, അങ്ങനെ തന്നെ വെക്കുകയാണ്. എന്ന് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുറേശ്ശെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ എന്താകും, ഇങ്ങനെ വന്ന് ഇതിൻ്റെ പോട്ടി മിക്സ് 3/4 ഭാഗത്തോളം ആകും കേട്ടോ. അതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ എന്തായാലും വെട്ടി കൊടുക്കണം. വെട്ടി കൊടുത്തിട്ട് നമുക്ക് ബോൾ ഷേപ്പിക്കാം. നമ്മൾ വലിയ ചട്ടിയിൽ നടുന്ന സമയത്ത് താഴത്ത് നട്ടിട്ട് ഒരിക്കലും ബോൾ ഷേപ്പിലാക്കുന്ന അരേലിയ പ്ലാന്റ്സിൻ്റെ തണ്ട്, അതായത് സ്റ്റെമ്മ് കാണാൻ പാടില്ല. സ്റ്റെമ്മ് കാണാതെ ഇങ്ങനെ ബോൾ ഷേപ്പിലായി നിൽക്കണം കേട്ടോ. സ്റ്റെമ്മ് കാണാത്ത രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ആ ഒരു സമയത്ത് ഇത്തിരി മണ്ണിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത്തിരി ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ അനുസരിച്ച് നമുക്ക് ഇതിപ്പം ഈ ഒരു ചെടിയിൽ ഇപ്പം ഞാൻ പൊക്കിയ ചെടി നന്നായിട്ടൊന്ന് പ്രൂണിങ് ചെയ്യാനിട്ട് കേട്ടോ. എന്നാലേ മറ്റേതിൻ്റെ കൂടെ അതേ വലിപ്പത്തിൽ നമുക്ക് വരുള്ളൂ. ഇതൊന്ന് കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, താഴ് ഭാഗത്താണ് ആ ഒരു ചെടിച്ചട്ടിയിൽ അതുള്ള ഇട്ട്. അതിൽ ചാണകപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് വളരും. പിന്നെ കരിയിലൊക്കെ അത് നന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അത് പൊടിഞ്ഞിട്ട് നമുക്ക് വളമായിട്ട് മാറും കേട്ടോ. അപ്പോൾ 2 നട്ട് വെച്ചു. ഇത്രത്തോളം മണ്ണ് മതി കേട്ടോ. പിന്നെ മണ്ണ് നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലൊരു എന്താ പറയുക, ചെടിച്ചട്ടി നല്ല ബോൾ ഷേപ്പിലായിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഞാൻ മുമ്പൊക്കെ ചെയ്യും പോലെ ചെറിയ പോട്ടിൽ നട്ടിട്ട് പിന്നെ തൊട്ടടുത്ത പോട്ടിലേക്ക് മാറ്റാം, അതിനുശേഷം വേറെ അതിൻ്റെ തൊട്ടടുത്ത പോട്ടിലേക്ക് മാറ്റാം. അങ്ങനെയും നമുക്ക് നടാം, ഇങ്ങനെ നടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷിച്ചിട്ട് വിജയിക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ ഞാൻ നട്ടപ്പോൾ നന്നായിരുന്നു, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ എപ്പോഴും നമുക്ക് ഡ്രൈനേജ് ഓൾസ് കൂടി വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ കരിയിലയും ഇതൊക്കെ ഇട്ട് പീസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം വാർന്ന് പോകുന്നുണ്ട് കേട്ടോ. വാർന്ന് പോകണം നന്നായിട്ട് വെള്ളം. നമുക്ക് ചിലപ്പോൾ പോട്ടിൽ 4 ഓൾസൊക്കെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഓൾസ് കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ചെറുതാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അവിടെ കെട്ടി നിൽക്കാതെ നമുക്ക് ഒഴുകിപ്പോകും കേട്ടോ. അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ നട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച അഗ്ലോണിമ പ്ലാന്റ്സും കൂടി ഒന്ന് നട്ട് വെക്കാൻ വിചാരിക്കാൻ കേട്ടോ. പക്ഷേ ഞാൻ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സിനൊന്നും ഞാൻ കരിയില അതുപോലെ തന്നെ ഇങ്ങനെ ചെകിരിൻ്റെ പീസൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അത് ഞാൻ പെർലൈറ്റ്, ഉമി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചാണകപ്പൊടി, മണ്ണ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ചെടിക്കൊന്നും ഇത്ര പ്രശ്നമില്ലാത്ത ചെടികളെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇനിയിപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെ വളർത്തുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ വളർത്താറില്ല. അപ്പോൾ ഈ ഒരു ചെടിയെ കൂടി ഞാൻ നട്ട് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് നമുക്ക് കിട്ടിയപ്പോൾ അതിനെ അപ്പം വലുതാക്കി എടുക്കണ്ടേ. അത് നല്ല വലിപ്പം വെക്കുന്ന ലീഫാണ് കേട്ടോ. നല്ല റെഡ് എമറാൾഡ് എന്നാണ് കേട്ടോ അതിന് പറയുക. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു കളറിങ് ഒന്നും കാണാനിട്ടാണ്. റെഡ് എമറാൾഡാണ്. അപ്പോൾ നേരത്തെ ഞാൻ അരേലിയ പ്ലാന്റ്സ് പറിച്ചെടുത്ത പോട്ടാണ് കേട്ടോ. അടിയിൽ ഇത്തിരി ഇതുണ്ട്, പിന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമാണ് ഇട്ടത്. ഇതിലോ മണ്ണില്ല. അടിവശത്ത് കുറച്ച് നമ്മൾ ആദ്യത്തെ പോട്ടി മിക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പ്ലാന്റ് ഇവിടെ പ്ലാന്റ് ചെയ്യട്ടോ. ഈ രീതിയിലൊക്കെ നമുക്ക് നട്ടു കൊടുത്താൽ മതി. അരേലിയ പ്ലാന്റ്സ് എന്തായാലും അത് നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഉള്ളിത്തോലി ഉണ്ടെങ്കിൽ ഉള്ളിത്തോലിയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിലിപ്പോൾ അരേലിയ പ്ലാന്റ്സിന് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുറച്ച് ഉള്ളിത്തോലി വെച്ച് കൊടുക്കാനാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അരേലിയ പ്ലാന്റ്സിൻ്റെ ചുറ്റുഭാഗത്തുമൊക്കെ കുറച്ച് ഉള്ളിത്തോലി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചകിരിച്ചോറും കൂടി വിതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റും കൂടി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. നട്ടപ്പോൾ ഒരു ഭംഗിയുണ്ടല്ലേ, മറ്റേന്ന് പറിച്ചെടുത്തിട്ട് നട്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ ഈ അരയിലെ പ്ലാന്റ്സിന് അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. കാരണം നമ്മൾ ഡയറക്റ്റ് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. കുറച്ചൊരു വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മണ്ണില്ല അല്ലെങ്കിൽ അതിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് കരിയില ഉണ്ടെങ്കിൽ, കരിയില ഇനിയിപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച്
മഴക്കാലത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കരിയിലും പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചെടി നീക്കിയിട്ട് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. വീടിൻ്റെ സൺസൈഡിൻ്റെ അടിവശത്താണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഈ കുറേശ്ശെ കണ്ടില്ലേ ചെടി ചട്ടീൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ചെടിയുള്ളത്. പിന്നെ അല്ലാതെ കണ്ടോ അത്രയും താഴത്താണുള്ളത്. നമുക്ക് ഓരോ ഘട്ടത്തിൽ നമുക്ക് വളവും ഇതൊക്കെ കൊടുക്കുമ്പോൾ ചെടി നല്ല രീതിയിൽ ഇങ്ങനെ മണ്ണ് കുറേശ്ശെ ഇതിൻ്റെ പൊട്ടി മിക്സ് വന്ന് ആ ഒരു പോട്ട് ഏകദേശം ഫില്ലാകുമ്പോൾ ഏകദേശം ഒരു 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞാലേക്ക് ഈ പോട്ട് ഫില്ലാവാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെടി അല്ലെങ്കിൽ 4-5 മാസം പ്ലാന്റ് നല്ല രീതിയിലായി വരും കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഉണ്ടോ നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അരേലിയൻ പ്ലാന്റ്സ് നമുക്ക് ഗ്രീൻ അരേലിയ, വൈറ്റ് അരേലുണ്ട്, ഗ്രീൻ അരേലുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇതിന് നമുക്കറിയാം അധികം വെയിലൊന്നും പാടില്ലാത്ത ചെടി, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. മറ്റേത് ഞാൻ അവിടെയും വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ചെടി നമുക്കറിയാം ഇവിടെ നിൽക്കേണ്ടതല്ല, നമ്മുടെ കലാത്തിയ അഗ്ലോണിമ ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ആ ചെടി നിൽക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക്, കമൻറ്റ്, ഷെയർ.